വെൽക്കം ടു ഡെയിലി ഡോട്ട്സ് 365. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തൊരു ഇൻട്രോ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ട്രാവൽ വ്ലോഗ്. നമ്മൾ പോകുന്നത് കൊച്ചി ടു ദുബായിലേക്കാണ്. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു മോർണിംഗ് 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 7 o'clock ആകുമ്പോഴാണ് കൊച്ചി എയർപോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. രാവിലെ 5:30 മുതലായിരുന്നു ചെക്ക് ഇൻ എമിറേറ്റ്സ് ഫ്ലൈറ്റിലേക്കുള്ളത്. അപ്പം നമ്മൾ എത്തുമ്പോൾ ഒരു 7 o'clock ആയി. ലഗേജ് എല്ലാം ട്രോളിയിൽ കയറ്റി ഞങ്ങൾ നേരെ ഉള്ളിൽ പോയി. വേഗം ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞു. നമ്പർ 2 ഗേറ്റിലായിരുന്നു വെയിറ്റിംഗ്. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ സമയമായപ്പോൾ ഒരു 9 o'clock ഒക്കെ ആയപ്പോൾ ഫ്ലൈറ്റിലേക്ക് എൻട്രി ഓപ്പൺ ആയി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി പോവാണ്. അവിടെയും ഫ്ലൈറ്റിൽ കയറാനും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ ഫ്ലൈറ്റിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ചിരുന്നു. എല്ലാം സെറ്റായി കുഴപ്പമില്ലാതെ. ആൻഡ് വിൻഡോ സീറ്റ് മാത്രം കിട്ടിയില്ല, കാരണം ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് സെൻറ്ററിൽ 4 സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ടേക്ക് ഓഫ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫ്രണ്ടിൽ സ്ക്രീൻ ഉണ്ട്, അതിൽ ഒരുപാട് മൂവീസും മ്യൂസിക്കും എല്ലാം ഉണ്ട്. അതിൻ്റെ കൺട്രോളർ ജസ്റ്റ് താഴെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് കഴിക്കാനും ലഞ്ച് കഴിക്കാനൊക്കെ ടേബിൾ അതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിഡ്സിനാണെങ്കിൽ അവർക്ക് എൻ്റർടൈൻഡ് ആയി വെക്കാനായിട്ട് ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കളറിങ് പെൻസിലും. പിന്നെ ഏറ്റവും ചെറിയ കുട്ടികൾക്കൊരു ടോയ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാനും. കാരണം എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ എന്തൊക്കെയാണുള്ളതെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്നൊരു ഓപ്ഷനിൽ എടുത്തപ്പോൾ മ്യൂസിക് ഉണ്ട്, മൂവീസ് ഉണ്ട്, പിന്നെ TV, അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മൂവീസിൽ എടുത്തപ്പോൾ ഒരുപാട് ലാംഗ്വേജസിലുള്ള മൂവീസ് കണ്ടു. ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ് അതെടുത്തപ്പോൾ നമ്മളുടെ ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസിലുള്ള എല്ലാ മൂവീസും, ഓൾമോസ്റ്റ് എല്ലാ മൂവീസും ഉണ്ടായിരുന്നു. ആൻഡ് മൂവി കാണാനുള്ളൊരു മൂഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പാട്ട് കേട്ടു. ഒരു മൂവി വെച്ചതായിരുന്നു കേട്ടോ, പിന്നെ എനിക്ക് അത്രയ്ക്കുള്ളത് ഉണ്ടായിരുന്നില്ല. പിന്നെ മ്യൂസിക് എടുത്തു, അതിലെന്തൊക്കെയാണെന്ന് നോക്കി. അതിലും സെയിം ഇംഗ്ലീഷ് മൂവീസും പിന്നെ റീജിയണൽ ലാംഗ്വേജിലുള്ള എല്ലാ മ്യൂസിക്കും ഉണ്ടായിരുന്നു. പിന്നെ പോപ്പ്, ഡാൻസ്, കൺട്രി, അങ്ങനെ ഓരോ ഓപ്ഷൻസായിട്ട് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ ഗെയിംസ് ഉണ്ട്, മാപ്പ്, നമുക്കിപ്പോൾ പോകുന്ന റൂട്ട് മാപ്പ് കാണാൻ പറ്റും. ഗെയിംസിലാണെങ്കിലും ഒരുപാട് ടൈപ്പ് ഓഫ് ഗെയിംസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ടാണ്, എനിക്കറിയില്ലായിരുന്നു ഗെയിം കളിക്കാൻ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലഞ്ച് വന്നു. ഞാൻ വിചാരിച്ചത് ബ്രേക്ക്ഫാസ്റ്റാണ് വരാമെന്നാണ്, പക്ഷേ കഴിക്കാൻ അഡൽസിന് വേറെ കിഡ്സിന് വേറെ ആയിട്ടാണ് കൊടുക്കുക. ആദ്യം കിഡ്സിന് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് അഡൽസിന് തന്നത്. അപ്പോൾ അതിൽ ഒരു മീൽ സെറ്റ് വന്നിട്ട് ഒരു മിക്സ്ചറുടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, റോസ്റ്റഡ് കാഷ്യൂവിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. മെയിനായിട്ടുള്ള മീൽ എന്താണെന്ന് വെച്ചാൽ റൈസും കൂടെ പനീർ കറിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ വെജ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. നോൺ വെജിൽ ഫിഷ് എന്തോ ആയിരുന്നു, അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് വെജ് മീലാണ് പറഞ്ഞത്. അതിൽ പനീറായിരുന്നു കറി. ആൻഡ് ദാറ്റ് വാസ് ഓക്കെ മീൻസ് നല്ല ഡിലീഷ്യസ് ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് വെരി ഗുഡ് ആൻഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു, വയറ് നിറയെ കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു ചാറ്റ് പോലത്തെ ഒരു സീരിയൽസ് ഓർ സംതിങ്, സീഡോ അങ്ങനെ എന്തോ ഒരു ചാറ്റ് പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ഒരു ബോക്സിൽ. അപ്പോൾ അതെല്ലാം കഴിച്ചപ്പോൾ വയറ് ഫില്ലായി. അങ്ങനെ ഞങ്ങൾ ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനും അപ്പുവും ഒരു വഴി കൂടിയും മേമയും അച്ചുവും വേറെ വഴി കൂടിയാണ് പോയത്. സോ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു മേമ ഇതിലൂടെ തന്നെ വരുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ആൻഡ് എയർപോർട്ടിലേക്ക് ഇറങ്ങി. അവിടെയും ചെക്കിംഗ് ഒക്കെ വേഗം കഴിഞ്ഞു. പക്ഷേ ചാച്ചൻ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ബട്ട് അത് കുഴപ്പമില്ലായിരുന്നു. ആദ്യമായിട്ട് എയർപോർട്ടിലേക്ക് വന്നാലേ, ദുബായ് എയർപോർട്ടിൽ ആദ്യമായിട്ട് കാണുന്നല്ലേ, അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ ചാച്ചൻ വന്നതിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഭക്ഷണം കഴിക്കാനാണ് ആദ്യം പോയത്. ആൻഡ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ദുബായ് എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് ടൈം കാണുകയല്ലേ, അപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ്. റോഡും ഒരുപാട് വെഹിക്കിൾസും ബിൽഡിങ്സ് എല്ലാം എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വാസ് ഗ്രേറ്റ്. അങ്ങനെ ഞങ്ങൾ റൂമെത്തി. ഇവിടെ നേരത്തെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആൻഡ് റൂമിൽ നിന്നുള്ള ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്.
ഫ്രണ്ടിൽ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, താഴെ ചെറിയ ചെറിയ വീടുകൾ, വില്ലാസ് പോലെയുള്ള വീടുകളുണ്ട്. ഫ്രണ്ടിൽ കാണുന്ന ഈ റോഡ് എന്ന് പറയുന്നത് മെയിൻ റോഡാണ്. എങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മൾ ഈ ഫ്ലാറ്റിന് താഴെ ഒരു ചെറിയ റോഡുണ്ട്, അതുവഴി കണക്ട് ചെയ്ത് ആ മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം പോകാൻ. സോ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.